എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പാവയ്ക്ക കൊണ്ട് ഒരു മസാലക്കറി ഉണ്ടാക്കാം. അതിനായി ഇവിടെ 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്. വട്ടത്തിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. പാവയ്ക്കയെല്ലാം ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുത്തു. ഇതിൻ്റെ കുരു ഉണ്ടെങ്കിൽ അത് എടുത്തു കളയണം. ഇതെല്ലാം വട്ടത്തിൽ കുറച്ച് കട്ടിയായിട്ട് അരിഞ്ഞെടുത്തു. ഇനി ഇതിൽ കുറച്ച് ഉപ്പിടാം, മഞ്ഞളും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഉപ്പും മഞ്ഞളും എല്ലാം ഈ പാവയ്ക്കയിൽ പിടിക്കത്തക്ക രീതിയിൽ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് എടുത്ത് ഇങ്ങനെ ഒന്ന് പിഴിയാം. ഇതിനകത്ത് കണ്ടോ വെള്ളം, ആ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളയാം. ഇത്രയും വെള്ളം പാവയ്ക്കയിൽ നിന്ന് പിഴിഞ്ഞ് കളഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പാവയ്ക്കയ്ക്ക് കയ്പ്പ് കുറയും. ഇത്രയും പിഴിഞ്ഞെടുത്ത് നമ്മളിത് ഇത്തിരി കട്ടിയിൽ ഇത് മുറിച്ചില്ലെങ്കിൽ നമ്മൾ പിഴിയുമ്പോൾ ഇത് പൊടിഞ്ഞു പോകും. ചെറുതായിട്ടങ്ങ് മുറിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തിരി കട്ടിയായിട്ടാണ് ഇത് മുറിച്ചെടുത്തത്. ഇനി ഇതിൽ കുറച്ച് മുളക് പൊടി ഇടാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്തു. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. നേരത്തെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിനകത്തൊരു 2 തുള്ളി മഞ്ഞൾപ്പൊടി ഇതിലിട്ടു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്കിത് എണ്ണയിൽ വറുത്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു തക്കാളിയുണ്ട്, ഒരു സവാള, കുറച്ച് കറിവേപ്പില, പിന്നെ ഇവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഇത്രയും വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ചെറിയ ഒരു കഷ്ണം പുളി, വാളൻപുളി, ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള വാളൻ പുളിയും കൂടി എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വാളൻപുളി ഇത്രയും ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തു. അപ്പോൾ തക്കാളി അരയ്ക്കുമ്പോൾ തക്കാളിയുടെ ഒരു നല്ല റെഡ് കളറിൽ കിട്ടും. അപ്പോൾ ഇത് ആ പുളിയും പച്ചമുളകും എല്ലാം കൂടെ അരച്ചത് കൊണ്ടാണ് ഇതിന് ഈ ഒരു കളറിൽ കിട്ടിയത്. പാൻ ചൂടായി അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന പാവയ്ക്ക നമുക്കിതിലേക്ക് ഇടാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇടാം. നല്ലപോലെ അങ്ങ് ഫ്രൈ ആവണ്ട. ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടാം. എല്ലാം അതുപോലെ തിരിച്ചിട്ടു. ഈ സൈഡ് കൂടെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവണം. ഒരുപാട് മൂത്ത് പോകരുത്. 2 സൈഡും ചെറുതായിട്ട് ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു. ഇനി ഇതിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഇതിൽ എടുത്ത 1/2 കപ്പ് തേങ്ങായും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഈ തേങ്ങയും സവാളയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റാം. ഈ തേങ്ങയുടെ ഉള്ളിയുടെയൊക്കെ നിറം ഒന്ന് മാറിയിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറാവണം. തേങ്ങയും ഉള്ളിയൊക്കെ കുറച്ചും കൂടി ഒന്ന് മൂക്കണം. തേങ്ങയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. തേങ്ങയൊക്കെ നല്ലതായിട്ട് മൂക്കുമ്പോൾ നല്ലൊരു മണം വരും. അപ്പോൾ ഇനി നമുക്കിതിൽ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തു.
1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഉലുവാപ്പൊടിയും കൂടി ചേർക്കാം. 2 നുള്ള ഉലുവാപ്പൊടിയും കൂടി ചേർത്തു. വാളംപുളി ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ തക്കാളിയുണ്ട്, പുളിയൊക്കെ ഉള്ളത് ചേർക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർത്താൽ നല്ലതാണ്. ഇതിലിട്ട പൊടികളുടെ എല്ലാം പച്ചമണമൊന്ന് മാറണം. പൊടിയൊക്കെ ചെറുതായിട്ട് മൂത്തു. ഇനി നേരത്തെ അരച്ച് വെച്ച തക്കാളിയൊക്കെ ചേർക്കാം. തക്കാളി, പച്ചമുളക്, പുളി ഇതെല്ലാം കൂടി നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഇതിൽ ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറണം. അപ്പോൾ തേങ്ങ ചേർത്തതുകൊണ്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് മൂത്ത് പോകരുത്. ഒരുപാട് മൂത്താൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. ആ മസാല നല്ലതായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചു. ഇതിനകത്ത് അല്പം പോലും വെള്ളം ചേർക്കാതെയാണ് അരച്ചത്. ഇനി ഇത് ഈ പാനിലേക്ക് ഇടാം. അപ്പോൾ ഇത് വെള്ളം ചേർക്കാതെ അരച്ചതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കളറിൽ കിട്ടുന്നത്. എന്നിട്ട് മിക്സിയുടെ ജാറിൽ വേറെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തു. അപ്പോൾ കണ്ടോ, അതിൻ്റെ നിറം കണ്ടോ. അപ്പോൾ ഈ കളർ തന്നെയാവും നമ്മൾ വെള്ളം ചേർത്തരച്ചാൽ ഈ ഒരു മസാലയ്ക്കും ഈ ഒരു കളർ വരും. കറിക്ക് ടേസ്റ്റ് കൂടുന്നതും വെള്ളം ചേർക്കാതിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഇതിലോട്ട് ഒഴിക്കാം. ഇതിനകത്ത് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ പാകത്തിന് ചാറ് എത്ര വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിക്കണം. അപ്പോൾ 1.5 കപ്പ് വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചപ്പോൾ നമുക്ക് ഇതിലേക്ക് പാവയ്ക്ക ഇടാം. ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. നമുക്കിത് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോൾ ചാറൊക്കെ പാകത്തിന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറുകും. ഇങ്ങനെ വളരെ രുചികരമായ പാവയ്ക്ക മസാലക്കറി തയ്യാറായി. ഒട്ടും കയ്പില്ല ഇതിന്, നല്ല ടേസ്റ്റുമാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി.